തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ 6 DCCകൾ പുനഃസംഘടിപ്പിക്കാൻ KPCC ഒരുങ്ങുന്നു. KPCC റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സുപ്രധാനമായ തീരുമാനം. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുനിൽ, പലയിടങ്ങളിലും തോറ്റതിന് കാരണം DCCയിലെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ കൂടി വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രധാനമായ ഈ നീക്കം. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി KPCC തന്നെ നിയോഗിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവലോകന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാവുക. അതായത് 2 ദിവസമായി വിവിധ ജില്ലകളിലെ DCC അധ്യക്ഷന്മാരുടെയും മറ്റ് പ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ തെളിവെടുപ്പ് നടക്കുന്ന പ്രക്രിയ പുരോഗമിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് എന്തൊക്കെ കാരണങ്ങളാണ് വഴിവെച്ചത് എന്നുള്ള കാരണമടക്കം നിരവധി വിഷയങ്ങളാണ് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശകലനം ചെയ്ത ശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും. ഈ വിശകലനത്തിലാണ് ഓരോ ജില്ലയിലെയും പരാജയം സംബന്ധിച്ച് വളരെ രൂക്ഷമായ രീതിയിൽ ഗ്രൂപ്പ് പോര് പുറത്തു വന്ന ഒരു സാഹചര്യമൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ KPCCക്ക് മുന്നിൽ ഈ KPCC നിയോഗിച്ച തെരഞ്ഞെടുപ്പ് വിശകലന കമ്മീഷന്റെ മുമ്പിൽ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. ഇതിൽ പാർട്ടിക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച വന്നിട്ടുള്ളത് തിരുവനന്തപുരവും കൊല്ലവും DCC ആണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് I ഗ്രൂപ്പ് നേതാക്കളുടെയും A ഗ്രൂപ്പ് നേതാക്കളുടെയും ശക്തമായിട്ടുള്ള പോരാണ് കണ്ടത്. പ്രത്യേകിച്ച് ഒരു മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ നേരത്തെ MLA ആയിരുന്ന ഒരു നേതാവിൻ്റെയും നേതൃത്വത്തിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ ഇത്രയും അധികം സീറ്റ് കുറഞ്ഞു പോയതിൻ്റെ കാര്യവും ഇത് തന്നെയാണ് എന്നാണ് വിലയിരുത്തുന്നത്. കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും തിരിച്ചടി നേരിട്ടത് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് എല്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തായാലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും തിരുവനന്തപുരവും കൊല്ലവും DCCയും ഉടച്ചു വാർക്കേണ്ടത് അടിയന്തരമായി തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ആവശ്യം. 6 DCCകളിൽ മറ്റ് DCCകൾ ഇതാണ്: കോഴിക്കോട്, അതോടൊപ്പം തന്നെ പാലക്കാട്, തൃശ്ശൂർ, അതോടൊപ്പം വയനാട് തുടങ്ങിയ DCC അധ്യക്ഷന്മാരെയും മാറ്റേണ്ടതുണ്ട്. വയനാട് നമുക്കറിയാം, അവിടെ വിമതൻ നിന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തൃശ്ശൂരിൻ്റെ കാര്യവും വളരെ രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വളരെ മന്ത്രി ബാലകൃഷ്ണന് നേരെ വലിയ ഒരു ആരോപണവും അതുപോലെ ആക്ഷേപവും നേരിടേണ്ടി വന്ന ജില്ലയാണ് തൃശ്ശൂർ. അവിടെ ഒരു നേതാവിൻ്റെ മരണത്തിന് കാരണമായത് ബാലകൃഷ്ണൻ്റെ ഇടപെടൽ എന്നുള്ള തരത്തിലേക്കുള്ള വലിയ മോശം പരാമർശങ്ങൾ വന്ന ഒരു സാഹചര്യം തൃശ്ശൂരുണ്ട്. ഇതൊക്കെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഇതിൻ്റെ പരാജയമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 6 DCCയിലും പുനഃസംഘടന നടത്തണം, അവിടെ അധ്യക്ഷന്മാരെ മാറ്റണം, ഉടച്ചു വാർക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവലോകന യോഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സൗമ്യ, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. 6 DCCകൾ ഉടച്ചു വാർക്കണം എന്നതാണ് ഇപ്പോൾ KPCC എടുത്തിരിക്കുന്ന തീരുമാനം.